മകളെ, ജെറുസലേം പ്രയർ ലൈനിലേക്ക് 3 മിനിറ്റ് പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്നവരും ഇത് ഷെയർ ചെയ്യാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരുമായ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ യേശുവിൻ്റെ കരങ്ങളിലേക്ക്, വചനമാകുന്ന യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഈശോയെ സ്നേഹിക്കുന്നവർ വിശുദ്ധിയുടെ വഴിയിലൂടെ നടക്കുന്നു. വിശുദ്ധരെ രൂപാന്തരപ്പെടുത്തിയ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്കും ഈ വചനം ശ്രവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരട്ടെ. വിലാപത്തിൻ്റെ പുസ്തകം 5-ാം അധ്യായം 21-ാം വാക്യം. കർത്താവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളെ പണ്ടത്തേതുപോലെയാക്കണമേ. മക്കളെ, നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും തലച്ചോറിനും ആരോഗ്യം വീണ്ടെടുക്കണമെങ്കിൽ ഉറവിടങ്ങളിലേക്കൊരു തീർത്ഥയാത്ര നമ്മൾ നടത്തണം. അതെങ്ങനെയാണെന്ന് 10 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. അത് എഴുതിയെടുക്കണം. 1. നന്നായി ഉറങ്ങുക. 2. പ്രഭാതത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കുക. 3. നല്ല വ്യായാമം ചെയ്യുക. 4. അനുദിനം വചനം വായിക്കുക. 5. ധാരാളം വെള്ളം കുടിക്കുക. 6. നല്ല സൗഹൃദങ്ങൾ വളർത്തിയെടുക്കുക. 7. മറ്റുള്ളവരെ സഹായിക്കുക, പ്രോത്സാഹിപ്പിക്കുക. 8. എല്ലാവരോടും നന്ദിയുള്ളവരാകുക. 9. ഉപവസിക്കുക. 10. സുവിശേഷ വേല ചെയ്യുക. ഈ 10 കാര്യങ്ങൾ ഉറവിടങ്ങളിലേക്ക് തീർത്ഥയാത്രയിലെ ഓരോ സ്റ്റെപ്പുകളാണ്. കർത്താവിൻ്റെ വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന നിമിഷങ്ങളാണ്. നാളെ പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആശുപത്രിയിലായിരിക്കുന്ന ഓരോരുത്തരെയും പ്രത്യേകമായി അനുസ്മരിച്ച് പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷൻ നിശ്ചയിച്ചിട്ടുള്ളവർ, നാളെ ഡോക്ടറെ കാണാൻ പോകുന്നവർ, ഇങ്ങനെ പല വിധത്തിലും ക്ലേശങ്ങളും വേദനകളും സങ്കടങ്ങളും സഹിക്കുന്ന സർവ്വ മക്കളെയും ഇതാ യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, പാപികൾ മാനസാന്തരപ്പെടട്ടെ. നമ്മുടെ ഉറവിടങ്ങളിലേക്കുള്ള തീർത്ഥാടനത്തിൽ കർത്താവിൻ്റെ ശക്തി ധാരാളമായി വന്നു നിറയട്ടെ. ഓരോ മക്കളെയും യേശുവിൻ്റെ ആണിപ്പാടുള്ള കരങ്ങൾ നീട്ടി അനുഗ്രഹിക്കണമേ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവൃത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ ഇതാ നിൻ്റെ ഹൃദയത്തിൽ, ഈശോ നിൻ്റെ വീട്ടിൽ, ഈശോ നിൻ്റെ പരീക്ഷാ ഹാളിൽ, ഈശോ നിൻ്റെ രോഗശയിൽ വന്നു നിൽക്കുന്നു. കർത്താവ് ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും ഈ പ്രാർത്ഥനാ ശുശ്രൂഷ പങ്കെടുത്ത സർവ്വ മക്കളോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ആലയത്തിൽ വന്ന് പ്രാർത്ഥനാ സഹായം യാചിച്ചവരുടെ മേൽ ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.